Marunadum, Malanadum, Marunadum, Malanadum, Marunadum, Malanadum, Marunadum, Malanadum. ഇനി നാം പരിചയപ്പെടുന്നു യങ്, എനർജറ്റിക്, എന്തൂസിയാസ്റ്റിക് ശ്രീ ബിബിൻ ജേക്കബ്. തൻ്റെ കരിയറിൽ എത്രമാത്രം പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി വളരാമെന്നുള്ളതിനെക്കുറിച്ചും ഒപ്പം എക്സ്ട്രാ ആക്ടിവിറ്റീസായ ക്രിക്കറ്റ് തുടങ്ങിയ സ്പോർട്സ് ഏരിയകളെക്കുറിച്ചും ശ്രീ ബിബിൻ ജേക്കബ് എന്ന പ്രവാസി നമ്മളോട് സംസാരിക്കുന്നു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബിബിൻ ജേക്കബ്. ഓൾമോസ്റ്റ് ഒരു 32 വർഷമായിട്ട് ഞാൻ ദുബൈയിലുണ്ട്. ഫാദർ 1975 ദുബൈയിൽ വന്നതാണ്. അപ്പം ചെറുപ്പം മുതലേ ഇവിടെ തന്നെയായിരുന്നു പഠിത്തവും, അതായത് സ്കൂളിങ്ങും കോളേജും എല്ലാം ദുബായിൽ തന്നെയാണ് ചെയ്തത്. ഇവിടെ നിംസ് ദുബായിലാണ് ഞാൻ പഠിച്ചത്. അൽഗുറ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡിഗ്രി എടുത്തത്. നാട്ടിൽ കോട്ടയത്ത് തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അൽഹദ്ബോർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഒരു സെയിൽസ്മാൻ ആയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. ഓൾമോസ്റ്റ് ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് ഫുഡ് ഇൻഡസ്ട്രിയിലായിരുന്നു, FMCG ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ ഇൻഡസ്ട്രി ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കൊലാറ്റ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിന് വേണ്ടിയാണ്. And my factory is based in Jakarta, and I take care of Middle East, Africa and India. Colata chocolates എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് ഓഫ് ചോക്ലേറ്റ്സ് ആണ്. ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് ഓഫ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കടയിൽ പോയിട്ട് ഡയറക്ട്ലി വാങ്ങിച്ച് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളിത് കൂടുതലും കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനാണ്, അതായത് ബേക്കറീസ്, കേറ്ററിംഗ് കമ്പനീസ്. അവർ ഞങ്ങളുടെ റോ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് നല്ല കേക്ക്സ് ആയിട്ടും നല്ല ചോക്ലേറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡോണറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ പാറ്റിസറി റിലേറ്റഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എൻഡ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നു. സോ ബേസിക്കലി വി ആർ സപ്ലൈങ് ടു ദ ഹൊറേക്ക സെഗ്മെന്റ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കഫേസ് അല്ലെങ്കിൽ കേറ്ററിംഗ്സ് അല്ലെങ്കിൽ B2B സെഗ്മെന്റിലോട്ടാണ് ഞങ്ങൾ കൂടുതലും സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ UAE ഞങ്ങളുടെ ബിഗസ്റ്റ് ക്ലയൻസ് ആർ ലൈക്ക് ലുലു ഗ്രൂപ്പ്, ഡങ്കൻ ഡോണറ്റ്സ് അല്ലെങ്കിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കേറ്ററിംഗ്. ഇങ്ങനെ കുറച്ച് വലിയ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഹൂ ഈസ് യൂസിങ് അവർ പ്രോഡക്ട്സ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ചോക്ലേറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. ഒന്ന് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ്, ഒന്ന് കവച്ചർ ചോക്ലേറ്റ്സ്. Kavacher is more the purest form of chocolates made with cocoa mass, cocoa butter and cocoa powder. അപ്പം we are using the word cocoa. അപ്പം അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കൂടുന്നോ അത്രയും നല്ലതാണ്. സോ ബേസിക്കലി ദ ഫസ്റ്റ് സെഗ്മെന്റ് ഇസ് ദ ഡാർക്ക് ചോക്ലേറ്റ്, സെക്കൻഡ് ഈസ് ദ മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് തേർഡ് ഇസ് ദ വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൊക്കോ മാസ്, കൊക്കോ ബട്ടർ, കൊക്കോ പൗഡർ ആൻഡ് ലെസ് ഓഫ് ഷുഗർ. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ചോക്ലേറ്റ്. ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇസ് മോർ ലൈക്ക് എ എക്കണോമിക് റീപ്ലേസ്മെന്റ് ഫോർ ദ കവച്ചർ ചോക്ലേറ്റ്സ്. കാരണം പ്യുവർ ഫോം ഓഫ് ചോക്ലേറ്റ് ഇസ് ഓൾവേസ് എക്സ്പെൻസീവ്. അപ്പോൾ ഒരു സാധാരണ ബേക്കറി അല്ലെങ്കിൽ ഒരു സാധാരണ കോഫി ഷോപ്പിന് ഒരു പ്യുവർ ചോക്ലേറ്റ് വാങ്ങിച്ച് കേക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെയർ കോസ്റ്റിംഗ് വിൽ ഗോ വെരി ഹൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു 30 dirhams അല്ലെങ്കിൽ ഒരു 40 dirhamsന് ഒരു റിയൽ ചോക്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ എക്കണോമിക് ചോക്ലേറ്റ്സ്, അതായത് വി ആർ റീപ്ലേസിങ് ദ കൊക്കോ ഫാറ്റ് അല്ലെങ്കിൽ ദ കൊക്കോ കണ്ടൻസ് വിത്ത് വെജിറ്റബിൾ ഫാറ്റ് ആൻഡ് ഷുഗർ ആൻഡ് വി ആർ പെർസെൻറ്റേജ് വിൽ ബി ലെസ് ദാൻ 30%. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ്. മിക്ക ചോക്ലേറ്റിനകത്തും ഷുഗർ ഉണ്ട് ആൻഡ് I don't think so that will do any good for the body. The purest form of chocolate, if anything, it is about 75% or 80%. 80% more of dark chocolate is good for your body because it is having a lot of antioxidants. പക്ഷെ അത് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയാണ്. ചോക്ലേറ്റ് ബേസിക്കലി വരുന്നത് 3 കളേഴ്സിലാണ്. അതായത് ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊക്കോ കണ്ടന്റ് കൂടുതലായിരിക്കും അതിനകത്ത്. സെക്കൻഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ചോക്ലേറ്റ് വിച്ച് ഇസ് അഗെയിൻ മിക്സ്ഡ്, അതായത് അതിനകത്ത് കൊക്കോ പൗഡറും കാണും, അതിൻ്റെ കൂടെ നമ്മൾ ഷുഗറും മിൽക്ക് പൗഡറും ആഡ് ചെയ്ത് ഇതിനെ സ്വീറ്റൻ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ കാഡ്ബറി ചോക്ലേറ്റ് അല്ലെങ്കിൽ ഗാലക്സി ചോക്ലേറ്റ്, ദീസ് ആർ ഓൾ ദ സെഗ്മെന്റ്സ് ഓഫ് മിൽക്ക് ചോക്ലേറ്റ്. മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിനകത്ത് കൊക്കോ പൗഡർ കാണത്തില്ല, കൊക്കോ കണ്ടന്റ് കാണത്തില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് കൊക്കോ പൗഡർ വി ആർ യൂസിങ് സംതിങ് കോൾഡ് കൊക്കോ ബട്ടർ. അപ്പോൾ കൊക്കോ ബട്ടറിനെ സ്വീറ്റൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വൈറ്റ് ചോക്ലേറ്റ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അമൃതും അധികമായ വിഷമാണെന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന ഏതൊരു പ്രൊഡക്റ്റും, ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും ഡോണറ്റ് ആണെങ്കിലും, നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ ദ ബോഡി. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾ, ഇപ്പം സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾ ഇത് കണ്ടമാനം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ തന്നെ അവരൊരു അൺഹെൽത്തി ഹാബിറ്റിലോട്ട് പോവുകയാണ്. അപ്പം ഐ വുഡ് നോട്ട് റെക്കമെൻഡ് എനിബഡി ടു കൺസ്യൂം ഇൻ എക്സസ്. ഞാനൊരു കരിയർ സെലക്ട് ചെയ്തപ്പോഴത്തേക്കിന് സെയിൽസ് വാസ് മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടമാനം ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സെയിൽസിൻ്റെ വേറൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഓഫീസിൽ ഇരിക്കേണ്ട, ഓഫീസിൽ അടഞ്ഞിരുന്നുകൊണ്ട് ചെയ്യേണ്ട ഔട്ട്ഡോർ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെയിൽസ് കൂടുതൽ എൻജോയ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ അതൊരു കരിയറായിട്ട് ഒരു സക്സസ്ഫുൾ കരിയറായിട്ട് തന്നെ അതിനെ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റിയതിൽ ഐ എം മോർ ഹാപ്പി ഓൺ ദാറ്റ്. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള CEOs അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ഇവരൊക്കെ ഏതെങ്കിലും ഒരു അവരുടെ ഒരു പ്രയാണത്തിൽ അവരൊരു സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആളായിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ദാറ്റ് കൺവേർട്സ് ഇൻ ടു ബിസിനസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഐഡിയാസ് ആർ ലൈക്ക് മോർ ഓപ്പൺ. അവരൊരു പെർട്ടിക്കുലർ ഡ്രീമിൽ ലിമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു സെയിൽസിന് പോയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കിന് വി സ്റ്റാർട്ടഡ് ടു തിങ്ക് ഓൺ എ ബ്രോഡർ പെർസ്പെക്റ്റീവ്. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബിസിനസ് കൂട്ടാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് ആണ് കൂടുതൽ ആൾക്കാരും പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുപാട് ഞാൻ കണ്ടിട്ടുള്ള കുറേ ആൾക്കാർ സെയിൽസിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെ അവരുടെ ബിസിനസ് തുടങ്ങി സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഞാനിപ്പം ചെയ്യുന്നത് ഓരോ രാജ്യത്ത് പോയിട്ടും ഓരോ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യാണ്, ആ രാജ്യത്തിലോട്ട് പുതിയ ട്രെൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. കാരണം എനിക്ക് സഞ്ചരിക്കാൻ കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ചാലഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ നിയമം, അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രെൻഡ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഞങ്ങൾ ഇന്ത്യക്കകത്ത് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി വി ആർ ഇൻ മുംബൈ ആൻഡ് ബാംഗ്ലൂർ. അപ്പം അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ കേരളത്തിനകത്ത് വരും. അപ്പം അതും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ചലഞ്ചായിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തന്നെ തുടരാനായിട്ട് തന്നെയാണ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഐ ക്യാൻ ഗ്രോ മോർ ഇൻ ദിസ് ഫീൽഡ്. വൈഫിൻ്റെ പേര് അനൂഷ ജോൺ എന്നാണ്. ഇപ്പം ഞാൻ ബേക്കറി ഇൻഗ്രീഡിയൻസ് വർക്ക് ചെയ്യുന്ന പോലെ പുള്ളിക്കാരി ഒരു ഫാർമ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, അതായത് മെഡിസിൻസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്, എയ്ഡൻ ജേക്കബ്. ഹി ഈസ് 1 year old. കുടുംബവും ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കഴിഞ്ഞ ഒരു 18-20 വർഷമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ. അത് മാത്രമല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോർപ്പറേറ്റ് ടീമുണ്ട്, കൊലാറ്റ ചോക്ലേറ്റ്സ് ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞ്. ആൻഡ് ഇവിടെ B ഡിവിഷനിൽ ഞങ്ങൾ കണ്ടമാനം ടൂർണമെൻറ്റ്സ് ജയിച്ചിട്ടുണ്ട്. അപ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാതറിങ്സ് അതിനകത്തൊക്കെ വളരെയധികം ഇൻവോൾവ് ആണ്. അതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്പോർട്സിൽ വളരെ ആക്റ്റീവായിരുന്നു. വോളിബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള ഗെയിംസ് വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ്, അതായത് എനിത്തിങ് അല്ലെങ്കിൽ ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനോടും എനിക്ക് വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചലഞ്ചാണ്. അതായത് ഒരു സാധനം എനിക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൺവിൻസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു ആക്ഷൻ ഉണ്ട്, അതിനകത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഐ ഓൾവേസ് ലവ്ഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹരമായിരുന്നു അത് ചെയ്യാന്നുള്ളത്. വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ആക്ച്വലി ഞാൻ പല മേഖലകളിലും കൂടെ പോയി. അതായത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, അത് കഴിഞ്ഞ് സെയിൽസ് എക്സിക്യൂട്ടീവായി, അത് കഴിഞ്ഞ് ഞാൻ ബ്രാൻഡ് മാർക്കറ്റിംഗ് കോർഡിനേറ്ററായി, അത് കഴിഞ്ഞ് സെയിൽസ് മാനേജറായി, അത് കഴിഞ്ഞ് ഒരു കമ്പനിയുടെ GM ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ആക്ച്വലി ഹെഡിങ് ദ സെയിൽസ് ഇൻ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ഫോർ എൻ ഇൻ്റർനാഷണൽ ഫേം. UAE-ൽ നിങ്ങളിപ്പം ഏതൊരു ബേക്കറി പോയി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചാലും എനിക്ക് വളരെ ഉറപ്പോടെ പറയാൻ പറ്റും അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റെങ്കിലും കൊലാറ്റഡ് ആയിരിക്കും എന്നുള്ളത്.
കാരണം ഒരു കേക്കിനകത്ത് ബേസിക്കലി വി ആർ യൂസിങ് എ ലോട്ട് ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻ ദ കേക്ക്സ് ഫോർ ഡെക്കറേഷൻസ് ആസ് വെൽ ആസ് ഫോർ ദ ബേസസ്. അപ്പോൾ അതിനകത്ത് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻഡയറക്ട്ലി കൺസ്യൂം ചെയ്യും, ബിക്കോസ് വി ഹാവ് ഓൾമോസ്റ്റ് 92% മാർക്കറ്റ് ഷെയർ ഓവർ ഹിയർ ഓൺ സം ഓഫ് ദ ഐറ്റംസ്. ഇപ്പം ദുബൈയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ദുബായ് ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റാണ്. അതായത് സാധനങ്ങൾ ദുബായ് വന്നിട്ട് ഇറ്റ് ഗെറ്റ്സ് റീഡിസ്ട്രിബ്യൂട്ടഡ് ടു ലോട്ട് ഓഫ് പ്ലേസസ്, അതായത് ആഫ്രിക്ക, ഈവൻ ടു ഇന്ത്യ, അങ്ങനെ കണ്ടമാനം സ്ഥലത്തോട് ഇവിടുന്ന് റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഉള്ളത്ര ഒരു സാധ്യത, ഐ മീൻ ഫോർ ഓൾ ദോസ് പീപ്പിൾ കമ്മിങ് ഫ്രം കേരള, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് ലൈക്ക് ആൻ ഓഷ്യൻ. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓവർ ഹിയർ. മാത്രമല്ല നമ്മുടെ ഒരു ഗ്രോത്ത് ഒരിക്കലും നമ്മൾ റെസ്ട്രിക്റ്റഡ് അല്ല. ഇപ്പം നമ്മളൊരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ കയറുക അല്ലെങ്കിൽ ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ കയറുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് so much of years for you to grow. പക്ഷേ സെയിൽസ് എന്ന് പറഞ്ഞ മേഖല എന്ന് പറഞ്ഞാൽ if you are smart enough and if you are good and if you can bring the business, your growth will be very fast. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ബി കോൺഫിഡൻറ്റ്. കാരണം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്. മോർ ദാൻ എഡ്യൂക്കേഷൻ ഓർ മോർ ദാൻ എനിത്തിങ് എൽസ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ യുവർ സെൽഫ് ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. മറുനാടൻ ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും UAE താമസിച്ചുകൊണ്ട് ബേസിക്കലി നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. UAE താമസിക്കുമ്പോഴത്തേക്കിനും ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേസമയത്ത് ഞാൻ വേറെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ UAEയിൽ താമസിച്ചുകൊണ്ട് തന്നെ ബേസിക്കലി എൻ്റെ കോൺഫിഡൻസ് ലെവൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുകളിലുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ദുബായ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഒരു എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടൊരു എൻവയൺമെൻ്റ് ആണ്. ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ജോലി ചെയ്യാനുള്ളൊരു ചുറ്റുപാട് ഇവിടുത്തെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിനും ലിമിറ്റില്ല. നിങ്ങൾക്ക് എത്ര വളരണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ സക്സസ് വിൽ ഡെഫിനറ്റ്ലി ഫോളോ യു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ഞാൻ നാട്ടിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ദുബായ് വന്നിട്ട് ഐ കം ഫ്രം വെരി സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നോ. ഇപ്പം ഞാൻ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കണോമിക്സിൽ പോയിട്ട് നമ്മുടെ ഐഡിയാസ് പറഞ്ഞ് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. ഡെഫിനറ്റ്ലി യെസ്, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരുമെന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിജീവനത്തിനായി വീടും വിലാസവും നഷ്ടപ്പെടുത്തിയവരെ കുറിച്ചാണ് മറുനാടും മലനാടും ഇനി അടുത്തയാഴ്ച. ശുഭരാത്രി.